അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ വിധി നിയമങ്ങൾ പരിപൂർണമായി ശിരസാവഹിച്ച് ജീവിച്ചവരാണ് ഔലിയാക്കൾ. ഒരുപാട് ഔലിയാക്കൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഔലിയാക്കളിൽ പ്രശസ്തനാണ്. വലിയ ഉന്നതമായ സ്ഥാനത്തെത്തിയ മഹാത്മാവുമാണ്. മഹാനുഭാവനെക്കുറിച്ച് ധാരാളം രചനകൾ ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലുമൊക്കെ ലോകത്ത് വിരചിതമായിട്ടുണ്ട്. അവ പല ഭാഷകളിലുമുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൗലിദുന്നൂർ. നമ്മളുടെ വീടുകളിലൊക്കെ വിശിഷ്യ ശവ്വാൽ മാസമായാൽ പാരായണം ചെയ്യുന്ന മൗലിദുന്നൂർ. മൗലിദുന്നൂറിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ടി.എം. ഇസ്മായിൽ മദനി പാലാഴി ഉസ്താദ് എന്ന് സാധാരണക്കാർ പറയുന്ന പരിചയപ്പെടുത്തുന്ന ഇസ്മായിൽ മദനി ഉസ്താദ് അവർകളാണ് ഇതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. മഹാനവറുകൾക്ക് ശാരീരികമായി ചില അസ്വസ്ഥതകൾ ഉണ്ടാവുകയും സിഹ്ർ ബാധിക്കുകയും അങ്ങനെ ഷെയ്ഖുനായുടെ പേരിൽ ഒരു മൗലിദ് എഴുതാൻ വേണ്ടി നിയ്യത്താക്കുകയും തൽഫലമായി ആ എഴുത്ത് നിർവഹിച്ചതോടെ മഹാനവറുകളുടെ രോഗങ്ങൾക്ക് ശമനം ലഭിക്കുകയും ചെയ്തതായി മദനി ഉസ്താദിൻ്റെ ശിഷ്യന്മാരും പരിചയക്കാരും ബന്ധുക്കളുമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. 1989-90 കാലഘട്ടങ്ങളിലാണ് മൗലിദുന്നൂറിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. ഈ രചന ആദ്യം അതിൻ്റെ പദ്യഭാഗങ്ങൾ പലതും എഴുതി ഉസ്താദ് അവറുകളുടെ മുതഅല്ലിമീങ്ങൾ ദർസിലും മറ്റുമൊക്കെ ആ പദ്യങ്ങൾ ചൊല്ലിപ്പോന്നു. പിന്നീട് അതിലേക്ക് ഷെയ്ഖുനായുടെ ചരിത്രങ്ങൾ, അവിടുത്തെ ജീവിതം, അവിടുത്തെ സൂക്ഷ്മത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന ഗദ്യഭാഗങ്ങൾ, പരിചയപ്പെടുത്തുന്ന ഗദ്യഭാഗങ്ങളും കൂടെ കൂട്ടി ഒരു മൗലിദിൻ്റെ രൂപത്തിലാക്കിയെടുത്തു. പിന്നീട് അറബി സാഹിത്യത്തിൽ വളരെ നൈപുണ്യമുള്ള സൂഫിയായ ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ള തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ഉൾപ്പെടെയുള്ള പല ആലിമീങ്ങളെയും ഭാഷാ പണ്ഡിതന്മാരെയുമൊക്കെ മുന്നിൽ പോയി അവർക്ക് ഇത് വായിച്ചു കേൾപ്പിച്ച് അതിൽ ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തിരുത്തി, കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമായയിടത്ത് അത് നടത്തി, അങ്ങനെ വളരെ സസൂക്ഷ്മം പരിശോധന നടത്തിയതിന് ശേഷം മഹാനവറുകൾ വന്യരായ ടി.എം. ഇസ്മായിൽ മദനി നവ്വറല്ലാഹു മർഖദ ഉസ്താദ് അവർകൾ ആ മൗലിദ് വളരെ കൃത്യമായി ക്രോഡീകരിച്ചു. അതാണ് ഇന്ന് നമ്മളുടെ വീടുകളിലൊക്കെയും നമ്മൾ ചൊല്ലുന്ന മൗലിദുന്നൂർ. മഹാനായ ഖുതുബുൽ ആലം സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ജീവിത ചരിത്രം വളരെ സമഗ്രമായി അവതരിപ്പിക്കുകയാണ് മൗലിദുന്നൂർ ചെയ്തിട്ടുള്ളത്. മഹാനായ ഷെയ്ഖുനായുടെ ജീവിതത്തിലേക്ക് വരുന്നതിനു മുമ്പ് ആ മൗലിദിൽ 5 ഗദ്യഭാഗങ്ങളും 5 പദ്യഭാഗങ്ങളുമാണുള്ളത്. ഒന്നാമത്തെ ഗദ്യഭാഗത്ത് ഔലിയാക്കളെക്കുറിച്ചുള്ള വിശാലമായ ചില ചർച്ചകളുടെ ആകത്തുകയാണ് ഇസ്മായിൽ മദനി ഉസ്താദ് അവർകൾ ആദ്യ ഭാഗത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഔലിയാക്കൾ ചിലർ മഹ്വിൻ്റെ ആളുകളുണ്ട്, വേറെ ചിലർ സ്വഹ്വിൻ്റെ ആളുകളാണ്, അബ്ദാലുകളുണ്ട്,
അക്താബുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ മഹാനായ ഇസ്മായിൽ മദനി ഉസ്താദ് ഇതിൻ്റെ ഗദ്യഭാഗത്തിലെ 1-ാം ഗദ്യഭാഗത്ത് മഹാനവറുകൾ ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം മഹാനായ ഇസ്മായിൽ മദനി ഉസ്താദ് അവിടെ ചേർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രമാണ്. ഇതിലെ വിശാലമായ ചർച്ചകൾ എല്ലാം കൂടെ നടത്താൻ നമ്മുടെ സമയം അനുയോജ്യമല്ല. അതുകൊണ്ട് ഒരൊറ്റ വാക്ക്, മഹാനായ അബുൽ അബ്ബാസിൽ മർസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാക്ക് ഇസ്മായിൽ മദനി ഉസ്താദ് അവർകൾ മൗലിദുന്നൂറിൻ്റെ പ്രഥമ ഗദ്യഭാഗത്ത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. മഅരിഫത്തുൽ വലിയി അസ്അബു മിൻ മഅരിഫത്തില്ലാഹി തആല. ഔലിയാക്കളെ തിരിച്ചറിയുക എന്നത് അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിനേക്കാൾ ശ്രമകരമാണ്. അഥവാ അള്ളാഹുവിനെ കണ്ടെത്താൻ ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളിലൂടെ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലൂടെ, അള്ളാഹു തആല ഇവിടെ സംവിധാനിച്ച അത്ഭുതങ്ങളിലൂടെ ആർക്കും അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഔലിയാക്കൾ വളരെ ഗോപ്യമായി ജീവിക്കുന്നവരുണ്ട്. കറാമത്തിലൂടെ മാത്രം, അത്ഭുത പ്രകടനങ്ങളിലൂടെ മാത്രം ഒരാൾ വലിയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ കണ്ടെത്തുന്നതിനേക്കാൾ ശ്രമകരം ഔലിയാക്കളെ, യഥാർത്ഥ ഔലിയാക്കളെ കണ്ടെത്തലാണെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ഇസ്മായിൽ മദനി ഉസ്താദ് അവർകൾ ഈ വാക്ക് തൻ്റെ മൗലിദിൻ്റെ പ്രഥമ ഗദ്യഭാഗത്തു തന്നെ കൊണ്ടുവരുന്നത് മഹാനായ ശൈഖുനായുടെ ലോകം ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വിലായത്തിൻ്റെ ലോകം പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മളെപ്പോലെയുള്ള സാധുക്കളായ ആളുകൾക്ക് സാധിച്ചു കൊള്ളണം എന്നില്ല എന്നതിലേക്ക് ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഞാൻ. ശൈഖുനയുടെ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ പറയാം. മഹാനവറുകളുടെ ജീവിതത്തിലെ ഏതാനും ചില ഏടുകൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവതരിപ്പിക്കാൻ മാത്രം എനിക്കറിവില്ല എന്നു മഹാനായ TM ഇസ്മായിൽ മദനി ഉസ്താദ് തൻ്റെ വിനയത്തോടെ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകളുടെയും ശൈഖുനായുടെയും ഒക്കെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ. അല്ലാഹുവെ, അവരോടൊന്നിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും കുടുംബത്തെയൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.